ഒരു ദൃശ്യം കാട്ടിത്തരാം. ധാർഷ്ട്യവും ശൈലിയാണല്ലോ ഇപ്പോ വലിയ ചർച്ചാ വിഷയം, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ. എന്നാൽ ധാർഷ്ട്യമില്ലാത്ത ഒരു നല്ല ശൈലി കാട്ടിത്തരാം. ദേ കാണും. തൃശൂർ തമ്പ്രാന്റെ വിനയാന്വിത ഭാവമാണ്. കണ്ടില്ലേ, പഴയ രാജാക്കന്മാരുടെ വസ്ത്രധാരണം. ഒരു ഒറ്റ മുണ്ടും പുതച്ച് അദ്ദേഹം ഏതോ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോവുകയാണ്. കുറച്ച് സംഘികളും കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ വഴി മധ്യേ വെച്ചിട്ട് ഒരാൾ കൈ അങ്ങോട്ടേക്ക് നീട്ടുന്നുണ്ട്. ആ വ്യക്തിയെ നോക്കി അദ്ദേഹത്തിന്റെ ആ രൂപം വെച്ചിട്ട് ഒരു കാര്യം ഉറപ്പിക്കാം, അദ്ദേഹം എന്തായാലും ഒരു സവർണനല്ല. അങ്ങനെ ഒരു വ്യക്തി തന്റെ ദേഹത്തേക്ക് സ്പർശിക്കുന്നതിൽ ധാർഷ്ട്യമില്ലാത്ത രാജാവിന്റെ ആ പ്രവർത്തനം എങ്ങനെയുണ്ട്? ഗംഭീരമല്ലേ? ഇതൊക്കെയല്ലേ നമ്മൾ ഈ നാട്ടിൽ അനുവർത്തിക്കേണ്ടത്? ഇതൊക്കെയല്ലേ ഉത്തമ മാതൃക? പിണറായി വിജയൻ ഇതൊക്കെ കണ്ടു പഠിക്കണ്ടേ? ഇങ്ങനെയല്ലേ ലാളിത്യമുള്ള സ്വഭാവം? പ്രജകളായിട്ടുള്ളവരോട് എങ്ങനെയാണ് രാജാവായിട്ടുള്ള വ്യക്തി പെരുമാറേണ്ടത് എന്ന് നിയുക്ത കോപ്പർ രാജാവിനെ കണ്ടു പഠിക്കണം. രാജാവ് കണ്ടില്ലേ, ആ കൈ എത്ര മൃദുവായിട്ടാണ് തട്ടിത്തെറിപ്പിക്കുന്നത്. ആ മൃദുവായി തട്ടിത്തെറിപ്പിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മുഖഭാവം കൂടി നോക്കും. അതായത് അശുദ്ധി അറിയില്ലേ, ഇത്തരക്കാരെ എല്ലാം ഇപ്പോഴും വീട്ടിനകത്ത് പ്രവേശിപ്പിക്കില്ല. അവരെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധിയാകും. ഇവരെയൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി തട്ടുടുത്ത് നടക്കുന്ന ചില പിന്നോക്കക്കാരുണ്ട്. അതായത് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കാപട്ടി ഉറക്കുമ്പോൾ അയ്യോ ദാ ഏറ്റവും നല്ല മഹനീയനായ ഹിന്ദു വന്നു എന്നത്രേ. എന്താണ് ഉള്ളിലിരിപ്പെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കൂടെ കൂടെ പ്രജ എന്ന വാക്ക് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാത്ത ഏതുപോലുള്ള ആ കാണുന്ന വ്യക്തിയെപ്പോലുള്ളവർ ഇങ്ങനെ തന്നെ അനുഭവിക്കണം. ഇന്നിപ്പോൾ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ ഈ വീഡിയോ പ്രചരിക്കുമ്പോൾ ഉള്ളിലൊരു നീറ്റലുണ്ടാകും. ഇരന്ന് വാങ്ങിയതെന്ന് ഈ സമൂഹം പറയും. കാര്യം ഇവർ പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങളും കേട്ടുകൊണ്ട് ഇതുപോലുള്ള കുറെ കൃത്രിമ മാടമ്പിമാരെ എടുത്ത് തോളിൽ വയ്ക്കുന്നവന്മാർക്ക് ഇത് തന്നെ അനുഭവം വരേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് കാറിനകത്ത് ഡ്രൈവറോട് പെരുമാറിയ ധാർഷ്ട്യമില്ലാത്തൊരു ദൃശ്യം കൂടി ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഒന്ന് വാഹനം നിർത്താൻ വൈകിയപ്പോൾ ആ വിനയാന്വിതനായ തമ്പുരാൻ അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ കയറി അടിക്കുന്ന ആ ധാർഷ്ട്യമില്ലായ്മ. പിന്നെ നമ്മുടെ മാപ്രകൾക്ക് ഈ ഒരു ആചാരം ഇവിടെ നിലവിൽ വരാൻ വേണ്ടി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ രാജഭരണം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അതിനകത്തിരിക്കുന്ന സംഘികൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊന്നും വാർത്തയുമല്ല, വിവാദവുമല്ല. പിണറായി വിജയൻ ഏതെങ്കിലും ഒരു മൈക്കുമായി ബന്ധപ്പെട്ട് ഒന്ന് മൈക്കിൽ തട്ടുകയോ അല്ലെങ്കിൽ മൈക്ക് ഓപ്പറേറ്റർ എടുത്തത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ധാർഷ്ട്യമാകും. ഇതൊക്കെ വിനയാന്വിത ഭാവമായിട്ട് ചിത്രീകരിക്കും. ഇമാതിരി ദുരന്തങ്ങൾ ഈ മാപ്ര മേഖലയിൽ ഉള്ളപ്പോൾ ഇതുപോലുള്ള കോപ്പർ സ്റ്റാറുകൾക്ക് എന്തുമാകാം? കണ്ടില്ലേ, ഒരു പിന്നോക്കക്കാരനെ ഇത്രമാത്രം പരസ്യമായി അവഹേളിച്ച് മുന്നോട്ട് പോകുന്ന ഈ കോപ്പർ രാജാവ് എല്ലാത്തരം പ്രജകൾക്കും ഒരേ നീതി നടപ്പാക്കുമെന്ന് നിങ്ങൾ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചോളൂ.